മകീര നക്ഷത്രം. മകീര നക്ഷത്രക്കാരുടെ സ്വഭാവം വെറുതെ റെസ്റ്റ്ലെസ് ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തും കൊണ്ടേയിരിക്കും. നിങ്ങൾ ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ വെറുതെ ആലോചിച്ചും കൊണ്ടേയിരിക്കും. കൗതുകം കൂടുതലുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ എല്ലാം റിസർച്ച് ചെയ്യും, സെർച്ച് ചെയ്യണമാണ്. മറ്റുള്ളവരുടെ കാര്യം ഇടപെടും, അവരുടെ കാര്യങ്ങൾ അറിയാനുള്ള കൗതുകങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല കൂടുതലായിരിക്കും. പ്രണയത്തിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ സിൻസിയർ ആയിരിക്കും. കുറച്ച് സംശയരോഗം നിങ്ങൾക്ക് സാധാരണ ഉണ്ടാവാറുണ്ട്. ഒരു പാദം നിങ്ങൾ ഇപ്പോഴത്തെ ഇതിലായിരിക്കും, ഒരു പാദം നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് ബോറടിക്കണ ഒരു ആൾക്കാരാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയതും കൊണ്ടാണ്. 2025 ഡിസംബറിൽ മകീരത്തിന് കൂടുതൽ തോട്ട്സ് ആയിരുന്നു, പക്ഷെ ഒന്നിനും ക്ലാരിറ്റി നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവില്ല. ഒരു തീരുമാനവും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പ്രണയത്തിലാണെങ്കിലും മിക്സഡ് സിഗ്നൽസ് ആയിരുന്നു. കരിയറിൽ കൺഫ്യൂഷൻ ആയിരുന്നു, കാരണം ഇതാണോ എൻ്റെ വഴി എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു തീരുമാനവും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സ്ലീപ്പ് ഇറഗുലറായി ഉണ്ടാവും, ആങ്സൈറ്റി നിങ്ങൾക്കുണ്ടായിരുന്നു. എനിക്കെല്ലാം അറിയാം, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊന്നുണ്ടായിരുന്നു. 2026 ജനുവരിയിൽ മകീരത്തിന് കരിയറിൽ ക്ലിയർ ഓപ്ഷൻസ് എന്തായാലും ഉണ്ടായിരുന്നു. സീനിയറിൻ്റെ നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്തായാലും കിട്ടും, അവരെന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. എക്സാമിലാണെങ്കിലും ഇൻ്റർവ്യൂസിലാണെങ്കിലും അപ്ലിക്കേഷൻ എന്തായാലും പ്രോഗ്രസ്സിൽ നടക്കും, പക്ഷെ അവർ വിളിക്കുമെന്ന് പ്രതീക്ഷ വേണ്ട. ഒരു ട്രാവലിന് ചാൻസ് ഉണ്ട്, നിങ്ങൾ വേറെ സ്ഥലത്ത് ട്രിപ്പ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റീലൊക്കേഷൻ ചെയ്താലോ എന്നുള്ളൊരു വിചാരവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ അൺസ്റ്റേബിളാണ്, കറക്റ്റ് എമൗണ്ട് കറക്റ്റായിട്ടൊന്നും വരവും കമ്മിയാവുണ്ട്, പക്ഷെ നിങ്ങൾക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടുതലും പഠിക്കാനായിരിക്കും സ്പെൻഡ് ചെയ്യുക. പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും കൺഫ്യൂഷൻ എന്തായാലും കുറച്ച് കുറയും, അതായത് അവരായിട്ട് സംശയങ്ങളൊക്കെ എന്തായാലും കുറയും. കമ്മിറ്റ്മെൻറ്റിന് ഒരു ക്ലാരിറ്റിയൊക്കെ വരും, അല്ലെങ്കിൽ വല്ല സമാധാനപരമായിട്ടുള്ളൊരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് അവരായിട്ട് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷനും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. മാനസികമായിട്ടൊരു മെൻ്റൽ ഫോഗ്, ഒരു പുകമറ ശരീരത്തിലുള്ളതൊക്കെ മനസ്സിലുള്ളതൊക്കെ എന്തായാലും മെല്ലെ മാറിക്കിട്ടും. കുറച്ച് ഫോക്കസ് കൂടാനും സാധ്യത വളരെ കൂടുതലാണ്.